നമസ്കാരം. SFI നേതാവ് അഭിമന്യു വധത്തിൽ വിവാദ പ്രസംഗവുമായി MM മണി. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് എറണാകുളം മഹാരാജാസ് കോളേജിലായി പോയെന്നും അല്ലായിരുന്നുവെങ്കിൽ ഒരുത്തനെയും പൂർപ്പിക്കില്ലായിരുന്നു എന്നുമാണ് MM മണി പറഞ്ഞത്. വട്ടവടയിൽ കഴിഞ്ഞ ദിവസം നടന്ന അഭിമന്യു അനുസ്മരണ യോഗത്തിലായിരുന്നു MM മണിയുടെ ഈ വിവാദ പ്രസംഗം. ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ അഭിമന്യുവിനെ നിഷ്ഠൂരമായി കൊന്നു. രക്തസാക്ഷികളായവരെ, കൊലപ്പെടുത്തിയവരെ നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അടിക്കേണ്ടവരെ അടിച്ചിട്ടുണ്ട്, കൈകാര്യം ചെയ്യേണ്ടവരെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. നിർഭാഗ്യവശാൽ അഭിമന്യു കൊല്ലപ്പെട്ടത് എറണാകുളം മഹാരാജാസിലായി പോയി. അല്ലെങ്കിൽ അവരെ വച്ചു പൊറുപ്പിക്കുന്ന പ്രശ്നമില്ലായിരുന്നു, അത് ഉറപ്പാ. എന്നാൽ ഇത് നമ്മൾ വിടുന്നില്ല. ഇക്കാര്യം നമ്മുടെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ, കേസൊക്കെ ഉണ്ടല്ലോ, മണി പറഞ്ഞു. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും എറണാകുളം മഹാരാജാസ് കോളേജിലെ 2ാം വർഷ രസതന്ത്ര ബിരുദ വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യു 2018 ജൂലൈ 2-നാണ് കൊല്ലപ്പെട്ടത്. ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട് SFI ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തിനാണ് കൊലപാതകം നടന്നത്. അഭിമന്യുവിനൊപ്പം ഉണ്ടായിരുന്ന അർജുനെ അക്രമി സംഘം കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. SFI ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്നാണ് ദാരുണ സംഭവം നടന്നത്. കോളേജിലെ പ്രവേശനോത്സവത്തിന് തലേന്ന് കോളേജ് കവാടത്തിൽ വെച്ചായിരുന്നു സംഭവം. CPM-ൽ തന്നെ വൻ വിവാദത്തിന് വഴിവെച്ച സംഭവത്തിൽ MM മണി ഉൾപ്പെടെ ഇടുക്കി CPM നേതാക്കൾക്കുണ്ടായിരുന്ന അമർഷമാണ് ഇപ്പോൾ തലനീക്കിയത്. MM മണി മുൻപ് നടത്തിയ 1, 2, 3 പ്രസംഗവും വിവാദമായിരുന്നു. 2012 മെയ് 25-ന് തൊടുപുഴ മണക്കാട്ടായിരുന്നു ഈ വിവാദ പ്രസംഗം. പട്ടിക തയ്യാറാക്കി രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തിയും കൈകാര്യം ചെയ്തും CPM-ന് ശീലമുണ്ട്. കൊല്ലേണ്ടവരെ കൊന്നിട്ടുണ്ട്. ശാന്തൻപാറയിൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവരെ പട്ടിക തയ്യാറാക്കിയാണ് കൈകാര്യം ചെയ്തത്. 13 പേരുടെ പട്ടിക തയ്യാറാക്കി ആദ്യത്തെ 3 പേരെ വെടിവെച്ചു കൊന്നു. ഒന്നാമനെ വെടിവെച്ചു കൊന്നു, രണ്ടാമനെ തല്ലിക്കൊന്നു, മൂന്നാമനെ കുത്തിക്കൊന്നു. പീരുമേട്ടിൽ ഒരാളെയും കൊന്നു. 1, 2, 3, 4 പ്രസംഗത്തെ തുടർന്ന് മണിക്കെതിരെ അന്ന് 4 കേസുകൾ വന്നു. 46 ദിവസം ജയിലിലുമായി. കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലീസുകാർ കാക്കി കുപ്പായം ഊരിവെച്ച് ബാർബർ ഷോപ്പ് തുടങ്ങണമെന്ന മണിയുടെ പ്രസംഗത്തിനെതിരെ 2014 ഒക്ടോബറിൽ ബാർബർമാരുടെ സംഘടന രംഗത്ത് വന്നിരുന്നു. മണിയുടെ മുടിയും താടിയും വെട്ടില്ലെന്നായിരുന്നു അന്നത്തെ തീരുമാനം. അന്ന് ഖേദം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം തലയൂരിയത്. ഈ പ്രസംഗത്തിൽ ഇനി മണിയാശാനെതിരെ കേസ് വരുമോ എന്നാണ് അറിയാനുള്ളത്.